ഫിസിക്സും കെമിസ്ട്രിയും ബയോളജിയിലൊക്കെ ഇതുപോലത്തെ സാധനങ്ങൾ പഠിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് അത് ഓർത്തിരിക്കാൻ ബുദ്ധിമുട്ടുണ്ടോ? സോഷ്യൽ സയൻസിൽ ഇതുപോലത്തെ മാപ്പുകൾ ബൈഹാർട്ട് ആക്കാൻ വേണ്ടി നിങ്ങൾ സ്ട്രഗിൾ ചെയ്യാറുണ്ടോ? ഈ പ്രശ്നങ്ങളെ നേരിടാൻ വേണ്ടി 3 അടിപൊളി ട്രിക്സ് ആയിരിക്കും ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാൻ പോകുന്നത്. ഈ ട്രിക്സ് നിങ്ങളുടെ പഠനത്തിൽ നിങ്ങൾ ഇംപ്ലിമെന്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ പഠിക്കുന്നത് ഒരു കാര്യം പോലും നിങ്ങൾ മറക്കാൻ പോകുന്നില്ല. സയന്റിഫിക്കലി പ്രൂവൺ ആയിട്ടുള്ള മെമ്മറി ടെക്നിക്സിന്റെ പാർട്ട് 2 വീഡിയോ ആണത്. പാർട്ട് 1 ഞാൻ വേറെ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. തീർച്ചയായിട്ടും നിങ്ങൾ ഈ വീഡിയോന് ശേഷം ആ ഒരു വീഡിയോ കൂടി കാണാം. ഇത് നിങ്ങളുടെ ഓവറോൾ പഠനത്തിന്റെ നെക്സ്റ്റ് ലെവലിലേക്ക് കൊണ്ടുപോകും. നമുക്ക് നേരെ ഫസ്റ്റ് ടെക്നിക്കിലേക്ക് കടക്കാം. ഫസ്റ്റ് ടെക്നിക്കിന്റെ പേരാണ് നിമോണിക്സ്. പേരിലൊന്നും കാര്യമൊന്നുമില്ല, സംഭവം ഞാൻ ഒരു എക്സാമ്പിൾ വെച്ച് പറഞ്ഞുതരാം. നിങ്ങൾ എല്ലാവരും +1 +2 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടികളാണെങ്കിൽ നിങ്ങൾ ഈ സംഗതി കണ്ടിട്ടുണ്ടാവും. അത് ഇലക്ട്രോമാഗ്നറ്റിക് വേവിന്റെ സ്പെക്ട്രമാണ്. റേഡിയോ വേവ്സ്, മൈക്രോവേവ്സ്, ഇൻഫ്രാറെഡ്, വിസിബിൾ ലൈറ്റ്, അൾട്രാവയലറ്റ്, എക്സ്റേ, ഗാമ റേസ്. ഇത് ഇതേ ഓർഡറിൽ ബൈഹാർട്ട് പഠിക്കേണ്ട വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. ഇത് പഠിക്കാൻ വേണ്ടി പലരും സ്ട്രഗിൾ ചെയ്യാറുണ്ട്. ഞാനും +2 പഠിച്ചപ്പോൾ ഞാനും സ്ട്രഗിൾ ചെയ്ത ഒരു കാര്യമാണ്. പക്ഷേ സിമ്പിൾ ആയിട്ടുള്ള ഒരു നിമോണിക് ടെക്നിക്ക് വെച്ച് നിങ്ങൾക്ക് ഈസി ആയിട്ട് ഓർത്ത് വെക്കാം. എന്താണ് നിമോണിക് എന്ന് പറഞ്ഞാൽ ഒന്നുമില്ല. നിങ്ങൾ ഇതിന്റെ ഫസ്റ്റ് ലെറ്റേഴ്സ് വെച്ചിട്ട് നിങ്ങൾ ഒരു കഥ പോലത്തെ സാധനം ഉണ്ടാക്കുക. അത് വെച്ച് നിങ്ങൾക്ക് ഓർത്തിരിക്കാൻ പറ്റും. ഒരു എക്സാമ്പിൾ പറഞ്ഞുതരാം. നിങ്ങൾ ഓർക്കുക, രാജുവിന്റെ മോൾ ഇന്നലെ വീട്ടിൽ ഉണ്ടാക്കിയ എക്സ്മസ് ഗിഫ്റ്റ്. ഇതുകൊണ്ടെന്താണ് ഗുണം? നിങ്ങൾ ഈ ഒരു സാധനം ജസ്റ്റ് ഒന്ന് ഓർത്ത് വെക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് എല്ലാം കിട്ടി. രാജുവിന്റെ 6 റേഡിയോ കിടപ്പുണ്ട്, മോളില് മൈക്രോവേവ് കിടപ്പുണ്ട്, നെക്സ്റ്റ് ഐയിൽ ഇൻഫ്രാറെഡ്, അതുപോലെ അവസാനം ജിയിൽ ഗാമ റേസ്. അതേ കറക്റ്റ് ഓർഡറിൽ നിങ്ങൾക്ക് ഓർത്ത് വെക്കാൻ പറ്റും. എന്ന് മാത്രമല്ല, ഇത് നിങ്ങൾക്ക് നെക്സ്റ്റ് ലെവലിലേക്ക് കൊണ്ടുപോകണമെങ്കിൽ നിങ്ങൾ ജസ്റ്റ് ഒന്ന് ഇമാജിൻ കൂടി ചെയ്യുക. എന്താണ് ഇവിടെ സംഭവിക്കുന്നത്? രാജുവിൻ്റെ മോൾ, ഒരു കുട്ടി ഇന്നലെ വീട്ടിൽ വൈകുന്നേരം ഇരുന്നിട്ട് എന്തോ ഉണ്ടാക്കുകയാണ്. എന്താ ഉണ്ടാക്കുന്നത്? എക്സ്മസ് ഗിഫ്റ്റ്. അപ്പോൾ ബാക്ക്ഗ്രൗണ്ടിൽ മൊത്തം ഒരു ക്രിസ്മസ് വൈബ് ഒന്ന് ആലോചിക്കുക. ഇത് നിങ്ങൾ ഇമാജിനും കൂടി ചെയ്ത് കഴിഞ്ഞാൽ ജസ്റ്റ് ഒന്ന് ഇപ്പം തന്നെ ട്രൈ ചെയ്ത് നോക്ക്. വീഡിയോ പോസ് ചെയ്തിട്ട് നിങ്ങൾ ഒരിക്കലും ഇത് മറക്കാൻ പോകുന്നില്ല. അപ്പോൾ പറ്റുമെങ്കിൽ ഇപ്പം തന്നെ ഈ വീഡിയോ ഒന്ന് പോസ് ചെയ്തിട്ട് നിങ്ങൾ മനസ്സിലൊന്ന് ആലോചിച്ചിട്ട് ഈ ഒരു സാധനം നിങ്ങളൊന്ന് ബൈഹാർട്ട് ഒന്ന് പഠിച്ചു നോക്കിക്കുക. നിങ്ങൾ +2 പഠിക്കുന്ന കുട്ടികളായാലും കുഴപ്പമില്ല, നിങ്ങൾ 8ാം ക്ലാസ്സിൽ 7ാം ക്ലാസ്സിലാണെങ്കിൽ ഈ ഒരു സംഗതി ഒന്ന് പ്രാക്ടീസ് ചെയ്ത് നോക്കുക. ഇപ്പം തന്നെ അതൊന്ന് പ്രാക്ടീസ് ചെയ്ത് നിങ്ങൾ മനസ്സിൽ സെറ്റ് ആക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ ടെക്നിക്ക് നിങ്ങൾ പഠിക്കും. ഒബ്വിയസ്ലി ഇത് നിങ്ങൾ 8ാം ക്ലാസ്സിലോ 9ാം ക്ലാസ്സിലാണ് പഠിച്ചിട്ട് കാര്യം ഉണ്ടാവില്ല. പക്ഷേ ഈ ടെക്നിക്ക് പഠിക്കാൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇനി ഇവിടെ ഒരു കാര്യം എന്ന് വെച്ചാൽ എപ്പോഴും നിങ്ങൾ ഇതുപോലെ കഥ ഉണ്ടാക്കണം എന്ന് നിർബന്ധം ഉണ്ടാവില്ല. ഫോർ എക്സാമ്പിൾ ഇതേ കാര്യം തന്നെ നിങ്ങൾക്ക് സിമ്പിൾ ആയിട്ട് വേറെ രീതിയിലും ചെയ്യാം. ഫോർ എക്സാമ്പിൾ ഞാൻ +2 പഠിച്ചപ്പോൾ ഞാനത് ഇങ്ങനെ കഥ ഉണ്ടാക്കിയിട്ടല്ല പഠിച്ചത്. ഞാൻ എന്ത് ചെയ്തെന്ന് വെച്ചാൽ ആ ഫസ്റ്റ് ലെറ്റേഴ്സ് ഇല്ലേ, ആ എല്ലാം കൂടെ ഇങ്ങനെ എഴുതി വെച്ചു. എന്നിട്ട് ഇതിന് എന്തെങ്കിലും ഒരു സാധനം കിട്ടുമെന്ന് ഞാൻ നോക്കി. അപ്പോൾ ഞാൻ നോക്കിയപ്പോൾ എനിക്ക് ഇതിനിങ്ങനെ വായിച്ചാൽ മതി, റെമി ബുക്സ് ജി. അപ്പോൾ എനിക്ക് ആക്ച്വലി +2 എനിക്കൊരു ടീച്ചർ ഉണ്ടായിരുന്നു, വളരെ നല്ലൊരു ടീച്ചറായിരുന്നു. ടീച്ചറിൻ്റെ പേര് റെമി മിസ് എന്നായിരുന്നു, കെമിസ്ട്രി ടീച്ചറായിരുന്നു. അപ്പോൾ ഞാൻ വിളിച്ച റെമി മിസ് ബുക്സ് ജി. അപ്പോൾ ബുക്സ് ജിക്ക് എന്താണ് അർത്ഥം സാർ? ഒന്നുമില്ല, അത് വെറുതെ അങ്ങനോട് പറഞ്ഞു വെക്കുക. അത് ഞാൻ ഇപ്പോഴും മറന്നിട്ടില്ല. ഇൻഫാക്ട് ഞാൻ +2 ഈ ഒരു സാധനം പഠിപ്പിക്കുന്ന സമയത്ത് ഞാൻ ഓർത്തിരിക്കാൻ വേണ്ടി ഞാൻ ഉപയോഗിക്കുന്ന സാധനം ഇപ്പോഴും തന്നെയാണ്. ഞാൻ ഒരിക്കലും ഇതിലേക്ക് മറന്നിട്ടില്ല. അപ്പോൾ മനസ്സിലാക്കേണ്ടത്, ഇതുപോലെ കഥ ഉണ്ടാക്കാൻ പറ്റുമെങ്കിൽ നിങ്ങൾ കഥ ഉണ്ടാക്കുകയാണ് ഏറ്റവും സിമ്പിൾ. എന്നാൽ അതുപോലെ എപ്പോഴും ഉണ്ടാകാൻ പറ്റണമെന്നില്ല. പറ്റിയില്ലെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, നെക്സ്റ്റ് ഇങ്ങനെ ചിന്തിക്കുക. അങ്ങനെ ചിന്തിക്കുമ്പോൾ അതിൽ തന്നെ എന്തെങ്കിലും ഒരു കഥയോ അല്ലെ എന്തെങ്കിലും നിങ്ങൾക്ക് ഓർത്തിരിക്കാം, നിങ്ങൾക്ക് അസോസിയേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം നിങ്ങൾ അതിൽ കൊണ്ടുവരാൻ വേണ്ടി നോക്കുക. അങ്ങനെ കൊണ്ടുവന്നു കഴിഞ്ഞാൽ നിങ്ങൾ അതും മറക്കില്ല. ഇനി ഇതേ ടെക്നിക്ക് നമുക്ക് വേറൊരു കോണ്ടെക്സ്റ്റിൽ അപ്ലൈ ചെയ്ത് നോക്കാം. ഫോർ എക്സാമ്പിൾ നിങ്ങൾ സോഷ്യൽ സയൻസിൽ 10ാം ക്ലാസ്സിൽ 9ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടികളാണെങ്കിൽ നിങ്ങൾ സോഷ്യൽ സയൻസിൽ ഇതുപോലത്തെ റിവേഴ്സ് ഒക്കെ കണ്ടിട്ടുണ്ടാവും. ആ റിവേഴ്സ് നിങ്ങൾ ബൈഹാർട്ട് ആക്കേണ്ടി വരും. മിക്ക സമയത്തും ആ ഓർഡറിൽ തന്നെ നിങ്ങൾ ബൈഹാർട്ട് ആക്കേണ്ടി വരും. അപ്പോൾ നമുക്ക് എങ്ങനെ ബൈഹാർട്ട് ആക്കാൻ പറ്റുന്ന കാര്യം ഈ നിമോണിക് ടെക്നിക്ക് വെച്ച് നോക്കാം. അപ്പോൾ നമുക്ക് കാവേരി ഉണ്ട്, കൃഷ്ണ ഉണ്ട്, ഗോദാവരി ഉണ്ട്, ടാപ്തി അഥവാ ടാപ്പി ഉണ്ട്, മഹാനദി, നർമ്മദി ഉണ്ട്. അപ്പോൾ ഇത് നമുക്ക് ഈ ഓർഡറിൽ പഠിക്കണം. അപ്പോൾ ഓർഡറിൽ പഠിക്കാൻ പലരും ഭയങ്കര സ്ട്രഗിൾ ചെയ്യാറുണ്ട്. ഞാനൊക്കെ 10ാം ക്ലാസ്സിൽ പഠിച്ച സമയത്ത് ഇങ്ങനെ പഠിക്കും, കാവേരി, കൃഷ്ണ, ഗോദാവരി ഇങ്ങനെ പഠിക്കും. എന്നിട്ട് പരീക്ഷയുടെ സമയത്ത് വീണ്ടും മറന്നു, വീണ്ടും ഞാൻ ബൈഹാർട്ട് ഇങ്ങനെ പഠിക്കേണ്ടി വരും. അപ്പോൾ സിമ്പിൾ നമുക്ക് നിമോണിക് ടെക്നിക്ക് എങ്ങനെയാണ് ഉപയോഗിക്കാൻ നോക്കാം. ഒരു എക്സാമ്പിൾ കാണിച്ചു തരാം. കാവേരിയും കൃഷ്ണനും ഓക്കെ രണ്ടുപേരും ഗുണ്ടാ തലവനെ മുട്ടാൻ നോക്കി. എന്നിട്ട് ഈ ഒരു കാര്യം ഒന്ന് ഇമാജിനും കൂടെ നിങ്ങൾ ചെയ്യാം. അപ്പോൾ കാവേരിയും കൃഷ്ണനും കൂടെ എന്ത് ചെയ്യാൻ പോവാണ്? ഗുണ്ടാ തലവനെ, ഒരു ഗുണ്ടാ തലവനുണ്ട്, അയാളെ മുട്ടാൻ വേണ്ടി രണ്ടുപേരും നോക്കി. ഓക്കെ, അല്ലെ നടന്നു, എന്ത് വേണം നിങ്ങൾക്ക് ആക്കാം. നിങ്ങൾക്ക് നിങ്ങളുടെ രീതിയിൽ കസ്റ്റമൈസ് ചെയ്യാം. പണി തീർന്നില്ലേ? കാവേരി അതിൽ പേര് തന്നെ ഉണ്ട്, കൃഷ്ണ തന്നെ ഉണ്ട്, ഗുണ്ട ഗോദാവരിയാന്ന് ഓർത്തുക്കണം. അപ്പോൾ ഒബ്വിയസ്ലി ഇതൊന്നും നിങ്ങൾ ഒന്ന് ഫെമിലറൈസ് ചെയ്യണം, എന്നാലും നിങ്ങൾക്ക് ഇതായിട്ട് കണക്ട് ചെയ്യാൻ പറ്റില്ല. അല്ലെങ്കിൽ ഇത് തീരെ അറിയാണ്ടത് ഓർത്തുക്കാൻ പറ്റില്ല. തലവന് ടാപ്പിയാണ്, മുട്ടാൻ മഹാനദി, നോക്കി നടന്നു, പരിപാടി തീർന്നു. അപ്പോൾ നമ്മൾ ഇത് കറക്റ്റ് ഓർഡറിൽ ഇതുവരെ പഠിച്ചു. ഇനി എൻ്റെ പണി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് മീൻ പിടിച്ച് തരികയല്ല, മീൻ പിടിക്കാൻ പഠിപ്പിക്കലാണ്. അപ്പോൾ ബാക്കിയുള്ള പണി നിങ്ങൾ ചെയ്യണം. എന്നിട്ട് എന്ത് ചെയ്യണം? ഈ YG എന്നൊക്കെ വെച്ചിട്ടുള്ള സാധനം വെച്ചിട്ട് നിങ്ങൾ തന്നെ ഒരു ഇതേപോലത്തെ നിമോണിക് ഡിവൈസ് ഉണ്ടാക്കിയിട്ട് കമൻറ്റ് ബോക്സിൽ ഇടാൻ വേണ്ടി ശ്രമിക്കാം. കാരണം ഇത് ഉണ്ടാക്കുന്ന ഒരു ടെക്നിക്ക് എന്ന് പറഞ്ഞാൽ ആദ്യം ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. നിങ്ങൾ തന്നെ വിചാരിക്കും ഇത് ഉണ്ടാക്കുന്നതിനേക്കാളും ഭേദം മറ്റേ പഠിക്കല്ലേ എന്നൊക്കെ നിങ്ങൾക്ക് ആദ്യം തോന്നും. പക്ഷെ അല്ല, നിങ്ങൾ ഇത് ഉണ്ടാക്കി ഒന്ന് പ്രാക്ടീസ് ചെയ്താൽ നിങ്ങൾക്ക് പെട്ടെന്ന് കിട്ടും. അതിന് പ്രാക്ടീസ് വേണം. നിങ്ങൾ ജീവിതത്തിൽ പ്രാക്ടീസ് ചെയ്യാത്തതിൻ്റെ പ്രശ്നമാണ്.
അപ്പോൾ ആ പ്രാക്ടീസ് ഇപ്പം തന്നെ ചെയ്യണം. അതല്ലാതെ നിങ്ങൾ പഠിക്കാനുള്ള സമയത്ത് നേരെ പോയി ചെയ്യുമ്പോൾ നിങ്ങൾക്കത് ചിലപ്പോൾ പറ്റണമെന്നില്ല. അപ്പോൾ ആ ഒരു പ്രാക്ടീസ് ഇപ്പം തന്നെ നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങളുടെ രീതിയിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക, ബാക്കിയുള്ള റിവേഴ്സ് ഓർത്ത് വെക്കാൻ വേണ്ടിയിട്ട് അതേ ഓർഡറിൽ. അപ്പോൾ അത് പല രീതിയിൽ ചെയ്യാം. ഞാൻ പറഞ്ഞ പോലെ തന്നെ ഒന്നെങ്കിൽ കഥ ഇതുപോലത്തെ നിമോണിക് ആയിട്ട് ഉണ്ടാക്കാം, അല്ലെങ്കിൽ നിങ്ങൾ ഇതുപോലത്തെ ജസ്റ്റ് എഴുതിയിട്ട് അതും എന്തെങ്കിലും പാറ്റേൺ കണ്ടുപിടിക്കാം. ഒന്ന് കമന്റ് ബോക്സിൽ ഇടുക, ഞാൻ നോക്കട്ടെ എത്ര അടിപൊളിയായിട്ടുള്ള നിമോണിക് ഡിവൈസ് ആണ് വരുന്നത് എന്നുള്ളത്. ഇനി ഇതേ ടെക്നിക്ക് നമുക്ക് വേറെ രീതിയിൽ കൂടി ഇംപ്ലിമെന്റ് ചെയ്യാം. ഫോർ എക്സാമ്പിൾ, നിങ്ങൾ ബയോളജിയിൽ കണ്ടിട്ടുണ്ടാവും ഓരോ വൈറ്റമിൻസിന്റെ ഡെഫിഷ്യൻസീസ് ഓർത്ത് വെക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞാൻ 10ാം ക്ലാസ്സിൽ പഠിച്ചപ്പോൾ ഞാൻ ഭയങ്കര സ്ട്രഗിൾ ചെയ്ത കാര്യമാണ്. ഓരോ വൈറ്റമിനും ഡെഫിഷ്യൻസി ഒക്കെ ഞങ്ങൾ ബൈ ഹാർട്ട് പഠിക്കാൻ വേണ്ടി നോക്കും. ഭയങ്കര ബുദ്ധിമുട്ടാണ് അതൊക്കെ പഠിക്കാൻ വേണ്ടി, ഭയങ്കര സ്ട്രഗിളാണ്. അപ്പം ഇത് പഠിക്കാൻ വേണ്ടി ഒബ്വിയസ്ലി നമ്മൾ നേരത്തെ പറഞ്ഞ ടെക്നിക്സ് നമുക്ക് ഉപയോഗിക്കാം. വൈറ്റമിൻ ഇതിപ്പോൾ ABCD എന്ന് ഓർത്ത് വെക്കുക, പിന്നെ CII അല്ലേ, സോറി CII, ഇവിടെ ഒരു ഐയും കൂടെ താഴെ കിടപ്പുണ്ട് അയണ്ട്, അതങ്ങനെ ഓർത്ത് വെച്ചാൽ ABCD CII അങ്ങനെ വേണം ഓർത്ത് വെക്കാം. ബാക്കിയുള്ള ഈ സാധനങ്ങൾ ഓർത്ത് വെക്കാനാണ് നമുക്ക് ബുദ്ധിമുട്ടുണ്ടാവുക. അപ്പോൾ ഇതും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഈ ഫസ്റ്റ് ലെറ്റേഴ്സ് ഉപയോഗിച്ചിട്ട് എന്തെങ്കിലും കഥ ഉണ്ടാക്കാൻ പറ്റുമെന്നോ അല്ലെ ലിബസ് റിബസ് അങ്ങനെ ട്രൈ ചെയ്ത് നോക്കുക. വേറെ ടെക്നിക്ക് കൂടി ഞാൻ പറഞ്ഞിട്ടുണ്ട്, കാരണം എല്ലാ സാധനവും എല്ലാപ്പോഴും വർക്ക് ചെയ്യില്ല. അപ്പോൾ ഒന്നും വർക്ക് ചെയ്ത് നേരത്തെ പറഞ്ഞ ടെക്നിക്ക് ഒന്നും വർക്ക് ചെയ്ത് നിങ്ങൾക്ക് ഒരു കോഡും കിട്ടുന്നില്ലെങ്കിൽ നിങ്ങൾ ഇത് വെച്ചൊരു കഥ ഉണ്ടാക്കാൻ പറ്റുമെന്ന് നോക്കാം. ഫോർ എക്സാമ്പിൾ, നമ്മൾ നോക്കിയൊക്കെ നമുക്ക് കണ്ണ് കാണില്ല വിചാരിക്കും, അല്ലെങ്കിൽ കണ്ണ് ആരോ പൊട്ടിക്കെട്ടി, ഓക്കെ കണ്ണ് ആരോ പൊട്ടിക്കെട്ടി നിങ്ങൾ നടക്കുകയാണ്. അങ്ങനെ നടക്കുന്ന സമയത്ത് നിങ്ങൾ കുറേ ബെറീസ് ഇങ്ങനെ കഴിച്ചുകൊണ്ടാണ് നടക്കുന്നത്. ഓക്കെ, നിങ്ങളൊരു കേർവുള്ള റോഡിൽ കൂടിയാണ്, ഒരു വളഞ്ഞ റോഡിൽ കൂടി ഇങ്ങനെ നടന്ന് ഇങ്ങനെ പോകണം. ഇമാജിൻ കൂടി ചെയ്യണം. എൻ്റെ കൂടെ കണ്ണ് അടച്ച് ഇമാജിൻ ചെയ്താലേ ഓർത്തുക്കാൻ പറ്റില്ല, അല്ലാണ്ട് വെറുതെ വാക്കുകളിലൂടെ നമുക്ക് ഓർത്തുക്കാൻ പറ്റില്ല. പിന്നെ അപ്പോൾ പെട്ടെന്ന് ഒരു ക്രിക്കറ്റ് ബോൾ ഏതോ കുട്ടികൾ ക്രിക്കറ്റ് ബോൾ അവിടെ കളിക്കുന്നു, ക്രിക്കറ്റ് ബോൾ ഒരു നിങ്ങളുടെ മേത്തേക്ക് വന്നു, എന്നിട്ട് നിങ്ങളുടെ മുഖത്തേക്ക് ഇടിച്ചിട്ട് നിങ്ങളുടെ പല്ലിൻ്റെ ഉള്ളിലുള്ള ഇവിടുത്തെ ബോണൊക്കെ പൊട്ടിപ്പോയി. പെട്ടെന്ന് നിങ്ങൾ നോക്കുമ്പോൾ ഒരു ഗട്ടർ കാണുന്നു, ഗട്ടറിലേക്ക് നിങ്ങൾ വീണിട്ട് നിങ്ങൾ കണ്ണ് തുറന്ന് നോക്കുമ്പോൾ ഇവിടെ അനീമിയ നാട്ടോ എഴുതിയത് ഒരു ആന വന്നിരിക്കുന്നു. എന്ന് പറഞ്ഞാൽ ആനറങ്ങല്ല വെച്ച ഉണ്ടാക്കുക. പക്ഷേ ഞാൻ മനസ്സിലായില്ലേ, ഈ കഥ നിങ്ങൾ ഒന്നുകൂടി റീപ്ലേ ചെയ്ത് നോക്ക്, എന്നിട്ട് നിങ്ങൾ ഇതായിട്ട് ഒന്ന് കണക്ട് ചെയ്ത് നോക്കുക, നിങ്ങൾക്ക് ഓർത്ത് വെക്കാൻ പറ്റും. നിങ്ങൾ നടന്നു പോകുന്നു, കണ്ണടച്ചുകൊണ്ടാണ്, ലോസ് ഓഫ് വിഷൻ, ബെറി കഴിച്ചുകൊണ്ടാണ് പോകുന്നത്. ആ ബെറിയുടെ ടേസ്റ്റ് ഒക്കെ ഒന്ന് ഫീൽ ചെയ്യാൻ നോക്കുക. ഇത് ഞാൻ വെറുതെ രസത്തിന് വേണ്ടി പറയുന്നല്ല, ഇത് ആക്ച്വലി സയന്റിഫിക്കലി പ്രൂവൺ ആണ്. നിങ്ങളത് ആക്ച്വലി ഫീൽ ചെയ്യുമ്പോൾ, നമ്മൾ ഇമോഷൻസും ഫീലിങ്സുമായിട്ട് ഇത് മെമ്മറിനെ അറ്റാച്ച് ചെയ്യുമ്പോൾ നമ്മൾ ഓർത്തിരിക്കും. അതുകൊണ്ടാണ് നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ ചെറുപ്പത്തിലുള്ള ഏറ്റവും വലിയ നിങ്ങളുടെ ഓർമ്മകൾ എന്താണ്? നിങ്ങൾ ABCD പഠിച്ചോന്നല്ലോ, നിങ്ങൾക്ക് എന്തെങ്കിലും ചീത്ത കേട്ടതോ അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഗിഫ്റ്റ് കിട്ടും, അതൊക്കെയല്ലേ ഓർമ്മ. കാരണം എന്താ, ഇറ്റ് ഇസ് അറ്റാച്ച് വിത്ത് യുവർ ഇമോഷൻസ് ആൻഡ് ഫീലിങ്സ്. അപ്പോൾ അതങ്ങനെ ചെയ്യാൻ വേണ്ടി നോക്കുക. ബെറി ടേസ്റ്റിങ് ആലോചിച്ചോ, അങ്ങനെ കഴിച്ചു പോവാണ്, ഒരു വളവുള്ള റോഡിൽ കൂടിയാണ് നിങ്ങൾ പോകുന്നത്, പെട്ടെന്ന് പൂന്ന് അടി, അപ്പോൾ വേനെടുക്കും നിങ്ങൾക്ക് നിങ്ങളുടെ പോകണം. അപ്പോൾ എന്തൊക്കെ ആയിട്ടുണ്ട് ഇതുവരെ? നമ്മുടെ ബെറി ആയി, സ്കേർവി ആയി, അതിനുശേഷം നമ്മുടെ ക്രിക്കറ്റാണ്, പക്ഷേ റിക്കറ്റ്സ് ശരിക്കും വരുമ്പോൾ ഇടിക്കുന്നു. പിന്നെ ബോൺ ആൻഡ് ടൂത്ത് DK, പല്ല് പോയിട്ട് നിങ്ങൾ ഉരുണ്ട് പറഞ്ഞ് ഒരു ഗട്ടറിലേക്ക് വീഴാണ്, ഗോയിറ്റർ കിട്ടി, ഗട്ടറിലേക്ക് വീണ് തുറന്നു നോക്കുമ്പോൾ ആന, അനീമിയ, പരിപാടി തീർന്നു. ഇത് റിക്വയർസ് പ്രാക്ടീസ് ഉള്ള ഒരാളെ സംബന്ധിച്ചിടത്തോളം ഇത് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റും. അപ്പം നിങ്ങളത് എത്രത്തോളം പ്രാക്ടീസ് ചെയ്യുന്നു അത്രത്തോളം നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇത് ഇംപ്ലിമെന്റ് ചെയ്യാൻ പറ്റും. ഇൻഫാക്ട് എൻ്റെ കൂടെ ഡിഗ്രിക്കും അതുപോലെ ഞാൻ പഠിച്ച IIM-ലാണ്, അവിടെ പഠിച്ച ചില ആൾക്കാർ പോലും അവിടെ പഠിക്കുമ്പോൾ, അത് PGക്കും MBA പഠിക്കുന്ന സമയത്ത് അവർ ടെക്നിക്ക് ഉപയോഗിക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. ആലോചിച്ച് നോക്ക്. അപ്പോൾ ലൈഫ് ലോങ് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു ടെക്നിക്കാണ്. അപ്പോൾ തീർച്ചയായും ട്രൈ ചെയ്യുക. അപ്പോൾ ഇതാണ് നിമോണിക് ടെക്നിക്ക്. അപ്പോൾ രണ്ടാമത്തെ ടെക്നിക്കിലേക്ക് പോകുന്നതിന് മുമ്പ് ഞാൻ ഒരു കാര്യം പറഞ്ഞുതരാം. അപ്പോൾ നിങ്ങൾക്കറിയാം, നമ്മളൊക്കെ പണ്ട് ഹണ്ടർ ഗ്യാദറേഴ്സ് ആയിരുന്നുണ്ട്. നമ്മളിങ്ങനെ ക്ലാസ് റൂമിൽ പോയിട്ട് വണ്ടിയിലൊക്കെ സഞ്ചരിക്കുന്ന ആൾക്കാരാണെങ്കിൽ പണ്ടൊക്കെ നമ്മളെന്താണ് ആക്ച്വലി ഹണ്ട് ചെയ്ത് നമ്മൾ ഭക്ഷണം ശേഖരിച്ചുകൊണ്ടിരുന്ന ആൾക്കാരായിരുന്നു. അപ്പോൾ ആ സമയത്ത് ഇതുപോലത്തെ സാധനങ്ങൾ ബൈഹാർട്ട് പഠിക്കുന്നതുകൊണ്ട് നമ്മുടെ ബ്രെയിനിന് എന്തെങ്കിലും അഡ്വാൻറ്റേജ് ഉണ്ടാവും, അല്ലെങ്കിൽ നമ്മുടെ ലൈഫ് സ്റ്റൈലിൻ്റെ അഡ്വാൻറ്റേജ് ഉണ്ടാവും? ഇല്ല, കാരണം ഇങ്ങനത്തെ സാധനങ്ങൾ പഠിക്കേണ്ട ഒരു ആവശ്യമില്ലായിരുന്നു. പക്ഷേ അന്നത്തെ കാലത്തും മെമ്മറി വളരെ ഇമ്പോർട്ടൻ്റ് ആയിരുന്നു. കാരണം എന്താണ്? കാരണം നിങ്ങൾക്ക് അറിയണം നിങ്ങൾക്ക് ആവശ്യമുള്ള ഫുഡും ഫ്രൂട്ട്സും കിട്ടുന്ന മരങ്ങൾ ഏതൊക്കെയാണ്, അതിൻ്റെ ലൊക്കേഷൻ എവിടെയാണ്, ഓരോ ആനിമൽസും നിങ്ങൾ ഹണ്ട് ചെയ്യുന്ന ആനിമൽസിൻ്റെ ലൊക്കേഷൻ അതെവിടെയാണ് സാധാരണ ഉണ്ടാവാറ്, നിങ്ങളുടെ ഷെൽട്ടറുള്ള സ്പേസ് എവിടെയാണ്, ഡേഞ്ചറസ് ആയിട്ടുള്ള ഏരിയാസ് എവിടെയാണ്, കാരണം അതൊക്കെ അവോയ്ഡ് ചെയ്യണം. അപ്പോൾ ഇങ്ങനത്തെ കാര്യങ്ങൾ സ്ഥലങ്ങൾ ഓർത്ത് വെക്കുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിരുന്നു. അപ്പോൾ നമ്മുടെ ബ്രെയിൻ നാച്ചുറലി എവല്യൂഷണറി ഇവോൾവ് ചെയ്തിരിക്കുന്നത് ഇതുപോലെ സ്ഥലങ്ങൾ എളുപ്പത്തിൽ ഓർത്ത് വെക്കാൻ വേണ്ടിയിട്ടാണ്. അതുകൊണ്ടാണ് നമുക്ക് ഈ ടേബിളിലെ വാക്കുകൾ പഠിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണെങ്കിലും നിങ്ങളുടെ ഫ്രണ്ടിൻ്റെ വീട്ടിലേക്കുള്ള വഴി പഠിക്കാൻ അത്ര ബുദ്ധിമുട്ടല്ല. ഭയങ്കര കോംപ്ലിക്കേറ്റഡ് വഴിയാണെങ്കിലും മേ ബി ഒരു 4-5 പ്രാവശ്യം നിങ്ങൾ പോയി വരുമ്പോഴത്തേക്കും നിങ്ങൾ ടെക്നീക്കൊന്നും ഇല്ലാതെ തന്നെ, ഇതുപോലെ ടെക്നീക്കൊന്നും ഇല്ലാതെ തന്നെ നിങ്ങൾ ഓർത്ത് വെക്കും. കാരണം നമ്മുടെ ബ്രെയിൻ ഇസ് നാച്ചുറലി ഇവോൾവ് ടു റിമെമ്പർ പ്ലേസസ്. ഇറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ് ഫോർ അവർ സർവൈവൽ. അപ്പോൾ ആ ഒരു കാര്യം നമ്മൾ നമ്മുടെ അഡ്വാൻറ്റേജിന് ഉപയോഗിക്കാൻ പോവാണ് നമ്മുടെ പഠനത്തിൽ. അതെങ്ങനെ ഉപയോഗിക്കാം? അപ്പോൾ ആ ടെക്നിക്കിൻ്റെ പേരാണ് ഇറ്റ് ഇസ് കോൾഡ് മെമ്മറി പാലസ്, മെത്തേഡ് ഓഫ് ലോക്കി എന്നും കൂടി ഇത് പറയും. സംഭവം എന്താണ്? സംഭവം ഇത്രയേ ഉള്ളൂ. നിങ്ങളുടെ വീട് നിങ്ങൾക്ക് എല്ലാവർക്കും ബൈഹാർട്ടല്ലേ, നിങ്ങളുടെ വീട് ഗേറ്റ് ഉണ്ടെങ്കിൽ ഗേറ്റ്,
മുറ്റം, വരാന്ത, അല്ലെ ആ സാധനം, കോലായി, വോട്ടവർ, പിന്നെ ഡോർ തുറക്കുന്ന എല്ലാം നിങ്ങൾക്ക് ബൈഹാർട്ടല്ല. അത് നിങ്ങളെ ആരും പഠിപ്പിക്കേണ്ട ആവശ്യമില്ലല്ലോ. എന്നാൽ അതിൻ്റെ മുകളിലേക്ക് നമ്മൾ പഠിക്കുന്ന സാധനങ്ങൾ നമ്മൾ സൂപ്പർ ഇമ്പോസ് ചെയ്യാൻ പോകണം, അതിൻ്റെ മുകളിലേക്ക് പ്ലേസ് ചെയ്യാൻ പോകണം. ഈ ടെക്നീക്കിൻ്റെ പേരാണ് മെമ്മറി പാലസ്. എക്സ്ട്രീംലി പ്രൂവൺ ആയിട്ടുള്ള ടെക്നീക്കാണ്. പ്രാക്ടീസ് ചെയ്യാൻ കുറച്ച് സമയം എടുക്കും, എങ്കിലും പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ വേറെ ലെവലാണ്. ഓക്കെ, എങ്ങനെയാണ് ഉപയോഗിക്കുക എന്നുള്ളത് നമുക്ക് നോക്കാം. അതായത് ഫോർ എക്സാമ്പിൾ നിങ്ങൾക്ക് ഈ ഒരു പീരിയോഡിക് ടേബിൾ സാധാരണ എല്ലാവരും ഇങ്ങനെ ഓർത്ത് വെക്കും. പക്ഷെ ഇമാജിൻ ചെയ്യും നിങ്ങൾ ഈ രീതിയിൽ ഹൈഡ്രജൻ, ഹീലിയം, പിന്നെ ലിത്തിയം, ബെറീലിയം, ഇതൊക്കെ ഇങ്ങനെ ഓർത്ത് വെക്കണം. ഓക്കെ, ഇനി ഒബ്വിയസ്ലി ഇതിന് നിങ്ങൾക്ക് നേരത്തെ പറഞ്ഞ ടെക്നിക്ക് ഉപയോഗിക്കാവുന്നതാണ്, ഒരു കുഴപ്പമില്ല. അപ്പം നമ്മൾ നേരത്തെ പഠിച്ച കാര്യങ്ങളൊക്കെ ഉപയോഗിക്കാം. പക്ഷേ ഈ മെമ്മറി പാലസ് എങ്ങനെയാണ് ഉപയോഗിക്കാമെന്ന് ഞാൻ പഠിപ്പിച്ചു തരാം. കാരണം അവസാനം ഈ വീഡിയോയിൽ ഞാൻ 3 ടെക്നിക്സ് പഠിപ്പിച്ചിട്ട് നിങ്ങളോട് എല്ലാം ചെയ്യാനൊന്നും പറയില്ല. അതിൽ ഓരോന്നായിരുന്നു നിങ്ങൾ ചെയ്യേണ്ടത്. ഓരോ കുട്ടികൾക്ക് ഓരോ കാര്യങ്ങളായിരിക്കും ഹെൽപ്ഫുൾ. അപ്പോൾ ഓരോന്നായിട്ട് നമുക്ക് ചെയ്യാം, പക്ഷേ ഇത് പഠിച്ചു വെക്കും. ഓക്കെ, അപ്പോൾ മെമ്മറി പാലസ് ഉപയോഗിച്ചിട്ട് നിങ്ങൾ ഇത് എങ്ങനെയാണ് ഓർത്ത് വെക്കാം. അപ്പോൾ അത് നിങ്ങൾ ചെയ്യേണ്ടത് ഒരു കഥ ഉണ്ടാക്കാം. ഇമാജിൻ ചെയ്യണം, കണ്ണ് പൂട്ടിയിട്ട് ഇമാജിൻ ചെയ്യാൻ നോക്കാം. നിങ്ങളുടെ വീടിൻ്റെ ഗേറ്റിലേക്ക് വന്നു. ഗേറ്റിൽ നിങ്ങളുടെ ചേട്ടനോ അനിയനോ ഓർഡർ ഓക്കെ ഒരാൾ നിൽപ്പുണ്ട്. അപ്പോൾ ചേട്ടൻ പറയാണ് ഹായ് ഹലോ എന്നിട്ട് പറഞ്ഞ് നിങ്ങൾക്ക് കുറച്ച് ബെറീസ്, നമ്മുടെ മറ്റേ കഥയിലെ ബെറീസും ഒരു പാക്കറ്റ് ലേസും തരികയാണ്. ഇമാജിൻ ചെയ്യാൻ ഒരു ബുദ്ധിമുട്ടില്ല. ഗേറ്റിൽ ചേട്ടൻ വന്നിട്ട് ഹൈ ഹലോ പറയുന്നു, ബെറീസ് തരുന്നു, ലേസും തന്നു. ഫസ്റ്റ് സെറ്റ് ആയിട്ടുണ്ട്. ഹായ് ഹൈഡ്രജൻ, ഹലോ ഹീലിയം, ലേസും ബെറീസും. ആദ്യം ലേസ് വന്നു, പിന്നെ ബെറീസും. ബുദ്ധിമുട്ടൊന്നുമില്ല. ഓക്കെ, അപ്പോൾ അത് എന്നിട്ട് നിങ്ങൾ നിങ്ങളുടെ വീടിൻ്റെ വരാന്തയിൽ നിൽക്കുമ്പോൾ ഒരു ബോറൻ മനുഷ്യൻ, ഏതോ ഒരു ഗസ്റ്റ് വന്നിട്ടുണ്ട് വിചാരിക്കാം, വീട്ടിലാരും അവണ്ട വിചാരിക്കാം. ഒരു ബോറൻ മനുഷ്യൻ അവിടെ ഇങ്ങനെ കോലയിൽ അല്ലെ ആ ഇതിൽ ഇരിപ്പുണ്ട്, ബോറോൺ. പെട്ടെന്ന് അയാളെ നിങ്ങൾ മൈൻഡ് ചെയ്യുന്നില്ല, ബോറൻ മനുഷ്യൻ. അപ്പോൾ മാക്സിമം ഇതിൽ ഇമോഷൻ കൊണ്ടുവരാൻ നോക്കുക കേട്ടോ, എന്നാലും ഇത് ഓർത്തൊക്കെ എളുപ്പമാണ്. വെറുതെ ഇങ്ങനെ ബോറൻ മനുഷ്യനല്ല, ബോറൻ മനുഷ്യൻ നിങ്ങൾ കാണുന്നത് എന്ത് ബോറനാണ് ഇത്, ഇങ്ങനെ മൈൻഡ് ചെയ്യുന്നില്ല. നിങ്ങൾ ഡോറ് തുറന്നപ്പോഴത്തേക്കും നിങ്ങളുടെ അനിയനുണ്ടെന്ന് വിചാരിക്കുക, അല്ല അനിയത്തി, ഒരു കാറ് വെച്ചിട്ട് ഇങ്ങനെ കളിച്ചുകൊണ്ടിരിക്കുക. നൈട്രോ ബൂസ്റ്റ് ഉള്ള കാറാണ്. ആ നൈട്രോ ബൂസ്റ്റ് ഉള്ള കാറ് റെറ്റ നിങ്ങളുടെ മേത്തേക്ക് വരുന്നു, വലിയ കാറാണ്. ആ കാറ് വന്നിട്ട് നിങ്ങൾ ഇടിച്ചു, നിങ്ങൾ വീണു. ഓക്കെ, അപ്പോൾ എന്തായി, കാറിൽ നൈട്രോ ബൂസ്റ്റ് ഉണ്ട്, കാർബൺ നൈട്രജൻ അവിടെ കിട്ടി. ഓക്കെ, ഇതൊക്കെ ഇമാജിൻ ചെയ്ത് നിങ്ങൾ ഇടിച്ച് വീഴുന്നു. അപ്പോൾ സാർ ചെറിയ കാറല്ലേ, വലിയ കുഴപ്പമില്ലടോ, റിയലിസ്റ്റിക് ആവണമെന്നില്ല, കുറച്ച് അൺറിയലിസ്റ്റിക് ആക്കാണ്, ഓർത്ത് വെക്കാൻ എളുപ്പമായിരിക്കും. അപ്പോൾ കാർ വന്ന് ഇടിച്ചു വീഴുന്നു. നിങ്ങൾ എണീക്കുന്നു, ഈ ശ്വാസം കിട്ടുന്നില്ല, നിങ്ങൾ ഓക്സിജൻ വലിക്കാൻ വേണ്ടി ശ്രമിക്കുന്നു. പെട്ടെന്ന് നിങ്ങൾ വിശപ്പിൽ നിങ്ങൾ അമ്മേനോട് പറയുന്നു, അമ്മയെ ഫുഡ് റെഡിയാക്ക്. അപ്പോൾ അമ്മ എന്തെങ്കിലും പറയുന്നു, നീ പോയി എന്നൊക്കെ പറഞ്ഞിട്ട്. ഇത് നിങ്ങൾക്ക് എത്ര വേണമെങ്കിലും ചെയ്യാം. ഈ ഒരു കഥ നിങ്ങൾ 3 പ്രാവശ്യം നിങ്ങളുടെ മനസ്സിൽ ആ ഹായ് ഹലോ, ലേസ്, ബെറീസ്, ബോറൻ മനുഷ്യൻ, കാറും നൈട്രജൻ ഫിറ്റ് ചെയ്ത് കാറ് വന്ന് ഇടിച്ചിടുന്നു, ഓക്സിജൻ, അമ്മയെ ഫുഡ്. അപ്പോൾ ഇമാജിൻ ചെയ്യാം ഫുഡ്. അപ്പം അമ്മ പറയും, ഒന്ന് നിങ്ങളൊരു 3 പ്രാവശ്യം ചെയ്ത് നോക്ക്, നിങ്ങൾ ഒരിക്കലും മറക്കാൻ പോകുന്നില്ല, അത് ഒരിക്കലും മറക്കാൻ പോകുന്നില്ല. പ്ലസ് ഇതിൻ്റെ കൂടെ നിങ്ങൾ നമ്മളെ ഫസ്റ്റ് പാർട്ടിൽ നിങ്ങൾ കണ്ടിട്ട് പോയി കാണും, ഇവിടെ കൊടുത്തിട്ടുണ്ട്. അതിലുള്ള സ്പേസ്ഡ് റിപ്പീറ്റേഷനൊക്കെ ഇതിൻ്റെ മുകളിൽ നിങ്ങൾ ചെയ്താൽ നിങ്ങൾ ഒരു കാര്യവും ഓർത്തിരിക്കാൻ വേണ്ടി നിങ്ങൾ സ്ട്രഗിൾ ചെയ്യാൻ പോകുന്നില്ല. ഓക്കെ, മെമ്മറി പാലസ് ടെക്നിക്ക് മനസ്സിലായല്ലോ. അപ്പോൾ ഇതും നിങ്ങൾക്ക് ഉപയോഗിക്കാവുന്നതാണ്. അപ്പോൾ അത് കുറച്ചും കൂടി നെക്സ്റ്റ് ലെവലിലേക്ക് കൊണ്ടുപോകണമെങ്കിൽ നിങ്ങൾ വീട്ടിലെ ലിവിംഗ് റൂമിലെ ഓരോ സ്ഥലത്തും ഓരോ ആൾക്കാർ ഇരിക്കുന്ന പോലെയൊക്കെ ചെയ്യാം. അപ്പോൾ അഡ്വാൻസ് ആയിട്ട് ചെയ്യുന്നവർ അങ്ങനെ ചെയ്യാം. അപ്പോൾ വീട് മാപ്പ് കറക്റ്റ് ആക്കുക. അപ്പോൾ ഡൈനിങ് ടേബിളിൽ നാളെ ഇപ്പോൾ നിങ്ങൾ നർമ്മദ ആ റിവേഴ്സാണ് ഓർത്തിരിക്കുന്നതെങ്കിൽ ഇവിടെ കൃഷ്ണൻ ഇങ്ങനെ ഇരിക്കുന്നു, അപ്പുറത്ത് കാവേരി ഇങ്ങനെ ഇരിക്കുന്നു. അത് കുട്ടികൾ ഇമാജിൻ ചെയ്യുക. എന്നിട്ട് അപ്പുറത്ത് മറ്റേ ഗോദാവരി, അപ്പൊ എന്തെങ്കിലും ഗോ ചേർത്തിട്ടുള്ള ഒരാളിങ്ങനെ ഇരിക്കുന്നു, അതൊക്കെ ഇങ്ങനെ ഇമാജിൻ ചെയ്യുക. അത് ഇമാജിനേഷൻ നിങ്ങളുടെ തലയിൽ കയറ്റുക, ആ സ്ഥലങ്ങൾ വിത്ത് ദീസ് പീപ്പിൾ. എന്നിട്ട് നിങ്ങളിത് പ്രാക്ടീസ് ചെയ്യാം, വേറെ ലെവലിലായിരിക്കും. ഇതാണ് മെമ്മറി പാലസ് ടെക്നിക്ക്. ഓക്കെ, അപ്പോൾ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക, തീർച്ചയായും വർക്ക് ആവുന്നതായിരിക്കും. 3ാമത്തെ ടെക്നിക്ക് കൂടുതലും കോൺസെപ്റ്റുവൽ കാര്യങ്ങൾ, ഫിസിക്സ് ആയിക്കോട്ടെ, ഈ മാത്സ് ആയിക്കോട്ടെ, ഇപ്പോൾ ബയോളജിയും കെമിസ്ട്രിയിൽ കോൺസെപ്റ്റുകൾ നമുക്ക് ഓർത്തിരിക്കേണ്ട കാര്യങ്ങളുണ്ടോ. അപ്പോൾ ആ കോൺസെപ്റ്റുകൾ ഓർത്തിരിക്കാൻ വേണ്ടിയിട്ട് എപ്പോഴും നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ഈ നേരത്തെ പഠിച്ച നിമോണിക്സ് ഒന്നും ഉപയോഗിക്കുന്നതുകൊണ്ട് അത്ര അഡ്വാൻറ്റേജസ് ആയിരിക്കില്ല. ഫോർ എക്സാമ്പിൾ ഒരു എക്സാമ്പിൾ പറഞ്ഞുതരാം. നിങ്ങൾക്കറിയാം, 10ാം ക്ലാസ് പഠിച്ച ഏത് കുട്ടിക്ക് അറിയാം, റെസിസ്റ്റേഴ്സ് 2 സീരീസിൽ കണക്ട് ചെയ്യാൻ പറ്റും, പാരലൽ കണക്ട് ചെയ്യാൻ പറ്റും. 2 രീതികളുണ്ട്. ഇതിൽ കുറേ പ്രത്യേകതകളൊക്കെ ഉണ്ട്. സീരീസിലാണ് കറണ്ട് സെയിം ആയിരിക്കും, റെസിസ്റ്റൻസ് കൂടും ഓവറോൾ. ഇതിലിപ്പോൾ കറണ്ട് ഡിഫറൻ്റ് ആയിരിക്കും, എന്നാൽ വോൾട്ടേജ് സെയിം ആയിരിക്കും, റെസിസ്റ്റൻസ് ഓവറോൾ കുറയും. അങ്ങനെ കുറേ കാര്യങ്ങൾ നിങ്ങൾ പഠിച്ചു വിചാരിക്കും. ഓക്കെ, നിങ്ങൾ ഒരു ദിവസം പഠിച്ചു കഴിഞ്ഞിട്ട് ഇത് കോൺസെപ്റ്റുവൽ കാര്യങ്ങളാണ്. ഇപ്പോൾ ഇതിൽ നിങ്ങൾക്ക് മറ്റേ നിമോണിക്കും കഥയൊന്നും അത്ര ചെയ്യാൻ പറ്റണമെന്നില്ല, കുറച്ചൊക്കെ ചെയ്യാം, പക്ഷെ അത്ര ചെയ്യാൻ പറ്റണമെന്നില്ല, കാരണം കോൺസെപ്റ്റുവലാണ്. അപ്പോൾ ഈ കോൺസെപ്റ്റുവൽ കാര്യങ്ങൾ നിങ്ങൾ എങ്ങനെയാണ് കുറച്ചുകൂടി എഫക്റ്റീവായിട്ട് ഓർത്തിരിക്കുക. അപ്പോൾ അവിടെയാണ് നിങ്ങൾ ഫൈമൻ ടെക്നിക്ക് ഉപയോഗിക്കേണ്ടത്. ഫൈമൻ എന്ന് പറഞ്ഞാൽ റിച്ചർഡ് ഫൈമൻ എന്ന് പറഞ്ഞാൽ ഫിസിക്സിൽ തന്നെ വൺ ഓഫ് ദി ബെസ്റ്റ് ഫിസിസിസ്റ്റാണ്, നൊബേൽ പ്രൈസ് വിന്നറും കൂടിയാണ്. അപ്പോൾ ഇദ്ദേഹം ഉണ്ടാക്കിയതല്ല, ഇദ്ദേഹം ഉപയോഗിച്ചിരുന്ന ഒരു ടെക്നിക്കാണ്.
അപ്പോൾ അദ്ദേഹം ചെയ്യാൻ എന്താ വെച്ചാൽ നിങ്ങൾ പഠിച്ചു കഴിഞ്ഞിട്ട് 2-3 ദിവസം കഴിയുമ്പോൾ വീണ്ടും റിവൈസ് ചെയ്യാൻ വരില്ലേ. അപ്പോൾ റിവൈസ് ചെയ്യാൻ വരുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്യരുത്, നിങ്ങൾ ചാടിക്കയറി അതിൻ്റെ നോട്ട്ബുക്ക് എടുത്തിട്ട് ബൈ ഹാർട്ട് വീണ്ടും വീണ്ടും ഇങ്ങനെ വായിച്ചുകൊണ്ടിരിക്കരുത്. നേരെ മറിച്ച് നിങ്ങൾ ഈ ഒരു കോൺസെപ്റ്റ് പഠിച്ച കാര്യമില്ലേ നിങ്ങളുടെ ഒരു ഫ്രണ്ടിന് പറഞ്ഞു കൊടുക്കുക. ഇനി ആക്ച്വലി ഫ്രണ്ട് പറഞ്ഞു കൊടുക്കാൻ വേണ്ടി ഫ്രണ്ട് ഇരുന്നും തരാൻ പോകുന്നുണ്ടാവില്ല. അപ്പോൾ ഇമാജിൻ ചെയ്യുക നിങ്ങളൊരു ഫ്രണ്ടിന് പറഞ്ഞു കൊടുക്കുകയാണ്. അപ്പോൾ അങ്ങനെയാണ് നിങ്ങൾ, അപ്പോൾ അങ്ങനെ വരുമ്പോൾ എങ്ങനെ പറഞ്ഞു കൊടുക്കുക, നിങ്ങൾ ഫുൾ ഫസ്റ്റ് മുതൽ നിങ്ങൾ ആലോചിക്കേണ്ടി വരും. ടെക്സ്റ്റ് ബുക്ക് ഒന്നുമില്ല, നോട്ട്ബുക്ക് ഒന്നുമില്ല, നിങ്ങൾ ഇത് വെച്ചിട്ട് ആലോചിച്ച് നോക്കുക. അപ്പോൾ ഇതാണ് സീരീസ്, മനസ്സിലാവുന്നുണ്ടോ നിങ്ങൾക്ക്? ഇതാണ് പാരലൽ, സംശയമില്ലല്ലോ. അപ്പം നിങ്ങൾ അപ്പോൾ തന്നെ ഇമാജിൻ ചെയ്യുക നിങ്ങളുടെ ഫ്രണ്ട് ക്വസ്റ്റ്യൻ ചോദിക്കുന്നു. എന്തായിരിക്കും അവൻ ചോദിക്കുക, അതെങ്ങനെയാണ് മനസ്സിലായി ഇത് സീരീസ് ആണ് ഇത് പാരലാണ്? അപ്പോൾ നിങ്ങൾ പറഞ്ഞു കൊടുക്കണം, ഒരു റെസിസ്റ്റൻസിന് ശേഷം വേറെ റെസിസ്റ്റൻസ് വന്നു കഴിഞ്ഞാൽ അത് സീരീസ്, രണ്ടുപേരും വേറെ വേറെ ഇതിലാണ്. അപ്പോൾ അതാണോ അതിൻ്റെ കറക്റ്റ് റീസൺ? അപ്പോൾ നിങ്ങൾ ആലോചിക്കണം, അത് തന്നെയാണോ കറക്റ്റ് റീസൺ? അങ്ങനെ ഒന്നിന് പുറകെ മറ്റേതാണോ? അപ്പോൾ നിങ്ങൾക്ക് സംശയമായി, അപ്പോൾ നിങ്ങൾക്ക് ഡൗട്ടായി. അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താണ്, നിങ്ങൾ ആ കോൺസെപ്റ്റ് ശരിക്കും മനസ്സിലായില്ല. അപ്പോൾ നിങ്ങൾ തന്നെ ആലോചിക്കണം, നോട്ട്ബുക്ക് എടുത്ത് നോക്കുക, അതാണോ അതിൻ്റെ ശരിക്കും റീസൺ? അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി അതല്ല അതിൻ്റെ ശരിക്കും റീസൺ. ശരിക്കും റീസൺ എന്താണ്, ഒരേ കറണ്ട് പോവുകയാണെങ്കിൽ സീരീസിലാണ്, കറണ്ട് സ്പ്ലിറ്റ് ആയി പോവാണ് പാരബ. അപ്പോൾ നിങ്ങളുടെ കോൺസെപ്റ്റിലുള്ള ഒരു ഹോള് നിങ്ങൾ മനസ്സിലാക്കി. അപ്പോൾ ഇത് വീണ്ടും വീണ്ടും ചെയ്തുകൊണ്ടിരിക്കുക. ഇതിന് നിങ്ങൾ ബാക്കി എക്സ്പ്ലെയിൻ, അപ്പോൾ അത് പഠിച്ചു. അപ്പോൾ നിങ്ങൾ പഠിച്ചിട്ടോ ആ സമയത്ത് വീണ്ടും നിങ്ങൾ ആലോചിക്കുക, ഈ സീരീസിലും നിങ്ങൾ ഫ്രണ്ടിനോട് പറഞ്ഞു കൊടുക്കുകയാണ്, സീരീസിലാണെങ്കിൽ റെസിസ്റ്റൻസ് കൂടും, മറ്റേതാണെങ്കിൽ കുറയും എന്നുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ പറഞ്ഞു കൊടുക്കുകയാണ്. അപ്പോൾ നിങ്ങൾ ആലോചിച്ചു നിങ്ങളുടെ ഫ്രണ്ട് എന്തായിരിക്കും ചോദിക്കുക, എന്തുകൊണ്ടാണ് കൂടുന്നത്, മനസ്സിലായില്ലേ? അപ്പോൾ അങ്ങനെ നിങ്ങൾ ഒരു ഫ്രണ്ടിന് ഇത് എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കുന്ന രീതിയിൽ നിങ്ങൾ ചെയ്യുമ്പോൾ മനസ്സിലാവും നിങ്ങൾക്ക് എന്തൊക്കെ അറിയാം, ശരിക്കും നിങ്ങൾക്ക് എന്തൊക്കെ അറിയില്ല. ആ അറിയാത്ത കാര്യങ്ങൾ പഠിച്ചെടുക്കുകയാണ് നിങ്ങൾ ചെയ്യേണ്ടത്. അതിപ്പോൾ പഠിച്ചു കഴിഞ്ഞാൽ പരീക്ഷയ്ക്ക് നിങ്ങൾ ഓർമ്മ ഉണ്ടാവും. ഇപ്പം നിങ്ങൾ പഠിച്ചില്ലേ, പരീക്ഷ ചോദ്യം വരുമ്പോൾ നിങ്ങൾക്ക് അപ്പോൾ അറിയുണ്ടാവില്ല. ഇതാണ് ഫൈമൻ ടെക്നിക്ക്. പ്രത്യേകിച്ച് കോൺസെപ്ച്വൽ കാര്യങ്ങൾ ഫിസിക്സ് മാത്സിലൊക്കെ നിങ്ങൾക്ക് ഈ ഒരു കാര്യം പ്രാക്ടീസ് ചെയ്യാവുന്നതാണ്. പലപ്പോഴും ഈ ഒരു കാര്യം പ്രാക്ടീസ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് തുടങ്ങാൻ പോലും പറ്റുന്നുണ്ടാവില്ല. ഞാനതൊക്കെ ചെയ്യുന്ന സമയത്ത് അത് നമുക്ക് തുടങ്ങേണ്ട എവിടുന്നാൻ പോലും അറിയില്ല. അതിൻ്റെ അർത്ഥം എന്താണ്, നിങ്ങൾക്കത് മനസ്സിലായില്ല അതിൻ്റെ അർത്ഥം, അല്ലെങ്കിൽ നിങ്ങൾക്കത് ഓർമ്മയില്ല അതിൻ്റെ അർത്ഥം. അപ്പോൾ അത് നിങ്ങൾ പഠിക്കണം. തുടങ്ങാന്ന് പറഞ്ഞാൽ ഇപ്പോൾ സീരീസ് ആണോ പാരലാണോ എന്ന് എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കാൻ പോലും എനിക്കറിയില്ലെങ്കിൽ ദാറ്റ് മീൻസ് എനിക്കറിയില്ല കോൺസെപ്റ്റ്. അപ്പം ഞാൻ കുറച്ചുകൂടി നന്നായി പഠിക്കേണ്ടതുണ്ട്. അപ്പോൾ ഈ ഒരു കാര്യം കൂടെ നിങ്ങളുടെ പഠനത്തിൽ 3 ടെക്നീക്സ് ഞാൻ പറഞ്ഞിട്ടുണ്ട്. ആ 3 ടെക്നീക്സ് നിങ്ങൾ ഇംപ്ലിമെൻറ്റ് ചെയ്താൽ ഞാൻ 100% ഉറപ്പ് തരാണ് നിങ്ങൾക്ക് ഒരു കാര്യം പോലും ഉണ്ടാവില്ല, പ്രത്യേകിച്ച് ഓർത്തിരിക്കുന്ന കാര്യങ്ങൾ ഒന്നും പോലും ഉണ്ടാവില്ല. നിങ്ങൾ സ്ട്രഗിൾ ചെയ്യാൻ പോകും, എല്ലാം നിങ്ങൾക്ക് ഈസിയായിട്ട് പഠിക്കാൻ പറ്റും. പ്ലസ് ആ പാർട്ട് 1 കാര്യങ്ങളോട് കമ്പൈൻ ചെയ്താൽ നെക്സ്റ്റ് ലെവലിലായിരിക്കും നിങ്ങളുടെ പഠനം. ഒബ്വിയസ്ലി ഈ കാര്യങ്ങളൊന്നും പെട്ടെന്ന് നിങ്ങൾക്ക് എടുത്ത് ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളല്ല. ഇറ്റ് ടേക്ക് സം ടൈം. അപ്പോൾ ആ ടൈം നിങ്ങൾ കൊടുക്കണം. ആ ഒരു എഫേർട്ട്, ഇനീഷ്യൽ എഫേർട്ട് നിങ്ങൾ ഇടണം. ആ ഇനീഷ്യൽ എഫേർട്ട് ഇടാതെ നിങ്ങൾ പഴയ മെത്തേഡിലേക്കാണ് പോകുന്നതെങ്കിൽ ലൈഫ് ലോങ് നിങ്ങൾ സ്ട്രഗിൾ ആയിരിക്കും ചെയ്യുക. ഇനീഷ്യൽ എഫേർട്ട് ഇട്ടിട്ട് നിങ്ങൾ നിങ്ങളുടെ പഠനത്തിൻ്റെ രീതി ഒന്ന് മാറ്റിയെടുത്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ ലൈഫിൽ ഇനി ഉണ്ടാകുന്നത്, അത് +1 +2 10ാം ക്ലാസ്സോ മാത്രമല്ല പഠന ജീവിതം, കോളേജും അത് കഴിഞ്ഞിട്ടൊക്കെ നിങ്ങൾ ജോലിയിലാണെങ്കിൽ പോലും ഇന്നത്തെ കാലത്ത് പഠിക്കുക അല്ലാതെ വേറെ ഓപ്ഷൻ ഇല്ല. അപ്പോൾ അവിടെയൊക്കെ നിങ്ങൾക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന കാര്യമാണ് ആ ഇനീഷ്യൽ എഫേർട്ട് നിങ്ങൾ എടുക്കാൻ റെഡിയാണെങ്കിൽ. ഇനി ഇനീഷ്യൽ എഫേർട്ട് നിങ്ങൾ എടുക്കുമ്പോൾ എല്ലാ മെത്തേഡ്സും കൂടി ഉപയോഗിക്കാൻ നോക്കരുത്. ഏതെങ്കിലും ഒരു മെത്തേഡ് നിങ്ങൾ ചൂസ് ചെയ്യുക, അത് നിങ്ങൾ പെർഫെക്റ്റ് ചെയ്യുക, അതിനുശേഷം നിങ്ങൾ മെത്തേഡ്സ് ആഡ് ചെയ്യുക. ആ രീതിയിൽ ചെയ്താലേ വർക്കൗട്ട് എല്ലാം കൂടി ഒരുമിച്ച് പോസിബിൾ ആയിരിക്കില്ല. ഓക്കെ, അപ്പോൾ ഈ ഒരു വീഡിയോയിൽ പറഞ്ഞ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയെങ്കിൽ തീർച്ചയായും കമന്റ് ബോക്സിൽ എന്നെ അറിയിക്കുക. കാരണം നിങ്ങളുടെ കമന്റ്സ് കാണുമ്പോഴാണ് എനിക്ക് ഇനിയും വീഡിയോസ് എടുക്കാൻ വേണ്ടി ഒരു മോട്ടിവേഷൻ കിട്ടുക. മാത്രമല്ല നിങ്ങളുടെ ഫ്രണ്ട്സിന് എല്ലാവർക്കും ഇതൊന്ന് ഷെയർ ചെയ്യാൻ വേണ്ടി നിങ്ങൾ ശ്രമിക്കുക. കാരണം അത് എല്ലാവർക്കും യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു കാര്യമാണ്. മറ്റൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. ബൈ ബൈ ആൻഡ് ടേക്ക് കെയർ.